ഗെയ്സ്, അപ്പോൾ ദുർഗ കാണാതെ പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാൻ നിർത്തായിരുന്നു കേട്ടോ ഞങ്ങളിരുന്നു. പക്ഷെ നടന്നില്ല. ആട് നഷ്ടത്തിന് പോലെ ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഒരുക്കി തരാൻ പറഞ്ഞത് ചേച്ചി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അമ്മമ്മ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആൾ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ റിലയൻസിലെത്തിയിരിക്കുകയാണ്. എന്നെ ഇറക്കുന്നില്ലേന്ന് ചോദിച്ചിട്ടുണ്ടോ ദുർഗ കരുതുന്നത്. കണ്ണൻ അവിടെ വണ്ടി മാറ്റി വെക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. എന്ത് സന്തോഷമാണെന്ന് നോക്കിയത്. നമ്മുടെ ബന്ധു വീട്ടിൽ വന്ന സന്തോഷമാണ് ദുർഗയുടെ വന്നു കഴിഞ്ഞാലുള്ളത്. അപ്പോൾ ഇതാ ഓരോ സാധനങ്ങളായിട്ട് ഞാൻ പെറുക്കി വയ്ക്കുന്നുണ്ട്. ദുർഗയുടെ മെയിനുള്ള പരിപാടികളാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസും കാര്യം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പനും മക്കളും ജ്യൂസ് തരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പണി. നീ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ച ചേച്ചി കണ്ടോടാ? കണ്ടില്ലേ, ഇത് തന്നെയാണ് പരിപാടി. എവിടെ ചെന്നാലും അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. പിന്നെ അവരൊക്കെ നോട്ടവും ഇരിപ്പും ചിരിയായിരിക്കും കേട്ടോ. അതിനിടയിൽ കാല് വേദനിക്കുന്നു പറഞ്ഞ് എന്നോട് ചെരുപ്പെല്ലാം ഉരിച്ച് അതിൽ നടക്കരുത്. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് എത്രയും ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. ടാറ്റാ പറഞ്ഞ ദുർഗ. ബൈ ബൈ, സീ യു.